بسم الله الرحمن الرحيم. മനുഷ്യന്റെ ആത്മാക്കളെ മരണസമയത്ത് പിടിച്ചെടുക്കുന്ന മലക്കുൽ മൗത്താണെന്ന് ഖുർആൻ പറഞ്ഞു. ഹദീസിലും അങ്ങനെ തന്നെയാണുള്ളത്. അസ്രായിൽ എന്ന ഒരു പേര് ഖുർആനും ഹദീസോ സ്ഥിരപ്പെടുത്തിയതല്ല. ഖുൽ യതവഫാക്കും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും. മലക്കുൽ മൗത്താണ് നിങ്ങളെ പിടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ മരണം ആസന്നമായാൽ മലക്കുൽ മൗത്തും പിന്നെ കുറെ കണ്ണെത്താൻ ദൂരത്തോളം മലക്കുകളുടെ ഒരു സംഘവുമാണ് വരിക. അപ്പൊ അവിടെയും മലക്കുൽ മൗത്താണ്, അസ്രായിൽ അല്ല. അസ്രായിൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒരു പേരിട്ടിട്ടുണ്ടല്ലോ. പിന്നെ അതാണ് ശീലാക്കണതല്ലേ നല്ലത്. മലക്കുൽ മൗത്ത് അല്ലേ? മനുഷ്യനെ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന മലക്കുകൾ മുങ്കർ നക്കീറുമാരാണെന്ന് ഹദീസുകളിൽ വന്നു. മനുഷ്യന്റെ കർമ്മങ്ങൾ ജീവിതകാലത്ത് ഒന്നൊഴിയാതെ രേഖപ്പെടുത്തുന്നത് കർമ്മവും സംസാരവും ചിന്താഗതികളും ഉൾപ്പെടെ മായൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബ് അതീദ്. അത് രണ്ട് മലക്കുകളുടെ പേരുകളാണെന്നും അത് രണ്ട് ഉദ്യോഗങ്ങളുടെ പേരാണെന്നും അഭിപ്രായങ്ങളുണ്ട്. എന്തോ ആവട്ടെ, കലക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ, ടീച്ചർ, കലക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ അതൊരാളുടെ പേരല്ലല്ലോ, ഒരു പദവിയുടെ പേരാണ്. അതുപോലെ രണ്ട് പദവികളാണ്. നിങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവനാണ് റഖീബ് എന്നാൽ പദത്തിന്റെ അർത്ഥവും അത് തന്നെയാണ്. അതീദ് എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അപ്പപ്പോൾ കോപ്പിറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, തയ്യാറാക്കുന്നവൻ എന്നാണ്. അപ്പൊ അതവരുടെ ഡ്യൂട്ടിയാണെന്നും അതവരുടെ പേരുകളാണെന്നും അഭിപ്രായം. എന്തായാലും അവർ രണ്ടുപേർ നരകത്തിലെത്തിപ്പെടുന്ന മലക്ക് പേരുന്ന മനുഷ്യർ വേദന സഹിക്കാതെ, ശിക്ഷ സഹിക്കാതെ പറയും, യാ മാലിക് ഉദൂലനാ റബ്ബക യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്. മാലിക്, ഒന്ന് അള്ളാഹിനോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും ശിക്ഷയിൽ നിന്നൊരു ഇളവ് വാങ്ങിത്തരുമോ എന്ന് നിലവിളിക്കും. അപ്പൊ അവിടെ നരകത്തിന്റെ കാവൽക്കാരുടെ മലക്കിന്റെ പേരാണ് അത് എന്ന് മിഅ്റാജ് എന്ന ഹദീസ് വിശദീകരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാള് ഒരു അഗ്നികുണ്ഡത്തിന്റെ ചുറ്റുപാടുകൾ ഇങ്ങനെ നടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്ന ദർശനത്തിന്റെ ഹദീസിലും അതുണ്ട്. വലിയ വലിയ കനൽക്കട്ടകൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ കയ്യിലൊരു വലിയ ദണ്ഡുണ്ട്. അയാൾ ആരെയും തിരിഞ്ഞു നോക്കുന്നില്ല, ഒന്നിനും ശ്രദ്ധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കണ്ടു, പക്ഷെ മൈൻഡ് ചെയ്തില്ല. ആരാണത് എന്ന് ചോദിച്ചപ്പോൾ ഒരു അല്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വസ്ഥത ഉണ്ടായി. ഒന്നാം ആകാശം മുതൽ കാണുന്നവരൊക്കെ സലാം പറയുന്നു, സംസാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഈ മനുഷ്യനിതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആരാണതെന്ന് ചോദിച്ചപ്പോൾ അത് മാലിക്കാണ്, നരകത്തെ കാക്കുന്ന മലക്കാണ്, അവരുടെ തലവനാണ്. എന്തേ അയാൾക്കൊന്ന് ചിരിക്കാൻ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാലിക് അങ്ങനെ ആരോടെങ്കിലും ചിരിക്കുമായിരുന്നെങ്കിൽ അത് തീർച്ചയായും താങ്കളോടാകുമായിരുന്നു എന്ന് പറഞ്ഞു. വഖൂദുൻ നാസു വൽ ഹിജാറത്തു അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. സ്വർഗത്തെ കാക്കുന്ന മലക്കുകളുടെ തലവൻ റിദ്വാനാണ് എന്നും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതിനപ്പുറത്ത് അവരുടെ പേരുകൾ സഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടില്ല. അവരുടെ ഡ്യൂട്ടികൾ എന്താണ് എന്നും വിവച്ഛേദിച്ച് മനസ്സിലാക്കപ്പെട്ടിട്ടില്ല. പർവ്വതങ്ങളുടെ ഉത്തരവാദിത്തമുള്ള മലക്കുണ്ട് എന്ന് ത്വായിഫിലെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ, ഓർമ്മ കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മലക്കുൽ ജിബാൽ എന്നാണ് പറയുന്നത്, അതല്ലാതെ പേര് പറഞ്ഞിട്ടില്ല. വൽ മുദബ്ബിറാത്തി അംറ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കുവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെടുന്ന ആളുകൾ. ഉസ്താദ് കാന്തപുരമാണെന്നാണ് ഇവിടെ പറഞ്ഞത് അല്ലേ? മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞ ഈ ആയത്താണ്.
മനുഷ്യരുടെ മനസ്സുകളിലേക്ക് ഊർന്നിറങ്ങുന്നവരുടെ നാശാത്തി ഇതൊക്കെ ഓരോ മലക്ക വിഭാഗത്തിന്റെ ഡ്യൂട്ടിയാണെന്നും ഇതൊക്കെ പ്രകൃതിയിലെ ഓരോ സംഭവങ്ങളെ കുറിച്ചുള്ള വിവരണമാണെന്നും വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായമുണ്ട്. അവിടെയൊന്നും അവയുടെ പേരുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ലയുസമ്മൂനൽ മലായിക. പിന്നീട് അവർക്ക് ഓരോരുത്തർക്കും പേര് വെച്ചത് അത് സ്ത്രീനാമങ്ങൾ തന്നെ വെച്ചത് പരലോക വിശ്വാസമില്ലാത്തവരാണ്. അവിടെ ആ വിഷയത്തിലാണ് ഊന്നേണ്ടത് എവിടെയാണ്? മലക്കുകൾക്ക് പേര് വെക്കുക എന്നതല്ല. മലക്കുകൾക്ക് പേര് വെക്കുക എന്ന സ്വഭാവം അത് പരലോക വിശ്വാസമില്ലാത്തതിൻ്റെ ലക്ഷണമാണ് എന്നാണ് ഈ പറഞ്ഞു വന്നത്. അപ്പൊ നമ്മളെന്ന് പറയും, പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും എന്തുണ്ടോ മാനറ ഫീ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി ഇത്തബഅനാ. അള്ളാന്റെ കിതാബിലും അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിലും എന്തുണ്ടോ ഇത്തബഅനാ, അതിനെ നിങ്ങൾ പിൻപറ്റും. അതിനപ്പുറത്ത് ഞങ്ങൾക്ക് ഇതൊക്കെ കൂടെ ചൊഴിഞ്ഞന്വേഷിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് നമ്മൾ പറയും. അത്തരക്കാർക്ക് ആ വിഷയത്തെക്കുറിച്ച് ഒരറിവുമില്ല. അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇത് മലക്കുകളുടെ പേരുകളും അവരുടെ ഡ്യൂട്ടികളും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പറഞ്ഞതിനപ്പുറത്ത് യാതൊന്നും ആർക്കും വിവരമില്ല, ഒരറിവുമില്ല. പിന്നെ അങ്ങനെ വെച്ച് കാച്ചാണ്. എന്താ കാരണം? ഈ എത്തബിയോന ഇല്ലം തന്നെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയും അത് പിന്തുടരുകയുമാണ് അവർ ചെയ്യുന്നത്. അതല്ലാതെ തെളിവോ പ്രമാണമോ ഒന്നും അതിന് ഇല്ല. അപ്പൊ ഇതാണ് അടുത്ത വിഷയം. ഇത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ഈ ഊഹാപോഹം എന്നത് അതിന് വാസ്തവവുമായി, വസ്തുതകളുമായി, യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. അതെല്ലായിടത്തും ബാധകം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇയ്യാകും വദ്ദന്ന, ഊഹാപോഹങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത്, വെടിയണം. അത് നിങ്ങൾ കേൾക്കാൻ നിൽക്കരുത്, കേട്ടത് വിശ്വസിക്കുകയും ചെയ്യരുത്. ഇയ്യാകും വദ്ദന്ന. കാരണം ഫഇന്ന വന്ന അക്ദബുൽ ഹദീസ്, വാർത്തകളിൽ, സംസാരങ്ങളിൽ ഏറ്റവും കളവാകാനുള്ള സാധ്യത ഊഹങ്ങളാകും. ഞാൻ അവിടെ കേട്ടു, ഞാൻ എന്തോ ആണ് കേട്ടത്, അവിടെ ആരോ ഒരാൾ പറഞ്ഞിരുന്നു, എന്നോട് ആരോ ഒരാൾ പറഞ്ഞു എന്നുള്ള ഈ സംസാരങ്ങളോ അത് നമുക്ക് പറ്റിയതല്ല. അവൾ അങ്ങനെ ആണത്രേ, ഇയാൾ ഇങ്ങനെ ആണത്രേ, മൂപ്പരവിടെ കണ്ട് അത് ഇന്നതിനായിരിക്കും. ആ സമയത്ത് ഇപ്പം എന്താ മൂപ്പർക്ക് അവിടെ തീയില്ലാതെ പുകയുണ്ടാവോ, ഓടങ്ങനെ നമ്പാൻ പറ്റൂല എന്നൊക്കെ നമ്മൾ ഈ ഊഹിച്ചുണ്ടാക്കുന്ന സംഗതികളുണ്ടല്ലോ. അത് ശരിയാവാം, തെറ്റുമാവാം. ശരിയേത് തെറ്റേത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യൻ. ഒരു വൃത്തികെട്ടവൻ, ഒരു വിശ്വസിക്കാൻ കൊള്ളാത്തവൻ ഒരു വാർത്ത വന്ന് പറഞ്ഞാൽ നിങ്ങളത് അന്വേഷിക്കണം, വിശദമായി ചോദിക്കണം. എന്നോട് ആരെയും പറഞ്ഞെന്ന് ചോദിക്കണം, അനക്കിത് എവിടെ കിട്ടിയെന്ന് ചോദിക്കണം, ഈ കണ്ടതാണോ എന്ന് ചോദിക്കണം, ഈ കേട്ടതാണോ എന്ന് ചോദിക്കണം. സ്വഹാബികൾ ചോദിക്കുമായിരുന്നു, ഹൽ സമയത്ത ബി ഉദനൈക, നീ നിന്റെ സ്വന്തം ചെവി കൊണ്ട് കേട്ടതാണോ? ഹൽ ഷാഹത്ത, നീ അത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. ഇല്ലെങ്കിൽ കടന്നു പോടാന്ന് പറയും, കടന്നു പോടാ അല്ലേ. നമുക്ക് അങ്ങനെ ഒരു കൊലായി തന്നെ ഉണ്ട്, പിത്തന കൊലായി എന്ന് പറഞ്ഞിട്ട് അടുക്കളയുടെ ഭാഗത്ത് വർക്ക് ഏരിയ എന്നുള്ള പേരിട്ടിട്ടുണ്ടാക്കുന്നോട് അയലോക്കക്കാരൊക്കെ കൂടെ വന്നിട്ട് എന്തായിരിക്കും പണി? തമാശ എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ.
പക്ഷെ ഒന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്ന വാർത്തകളിൽ എത്ര ശതമാനം ശരിയുണ്ട് അന്വേഷിക്കാറുണ്ടോ? കിട്ടുന്നത് അങ്ങനെ തന്നെ ഷെയർ ചെയ്യുന്നു, ഫോർവേഡ് ചെയ്യുന്നു, അല്ലേ? പണ്ട് ഞങ്ങളൊക്കെ കാലത്ത് ഒരു നുണ, ഒരു ഊഹം ഒരാളോടോ അല്ലെങ്കിൽ ചായമക്കാരിയിലോ ഒരു പാടത്തൊക്കെ പറയാൻ പറ്റുള്ളായിരുന്നു. അത് പിന്നെ അടുത്ത ചായക്കടയിലും അടുത്ത പാടത്തും പണിസ്ഥലത്തും എത്തുമ്പോഴത്തെ ദിവസങ്ങൾ പിടിക്കും. പക്ഷെ ഇപ്പോൾ ഒരൊറ്റ ക്ലിക്കിന് സെക്കൻഡുകൾ കൊണ്ട് 10,000-കണക്കിന് ആളുകൾക്കിടയിലാണ് നിൽക്കുക. അത്രയും ആളുകളെ ഈ സംഗതി കേൾപ്പിച്ചതിന്റെയും കാണിച്ചതിന്റെയും ഉത്തരവാദിത്വം കൂടി പറയാൻ തയ്യാറായിട്ട് വേണം ഇത്തരം മെസ്സേജുകൾ, ഇത്തരം തന്ന ഏത് മെസ്സേജുകളും ഫോർവേഡ് ചെയ്യാൻ. അത് ഫോർവേഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പം വരാൻ പോണില്ല, ഒരു കുഴപ്പം വരാൻ പോണില്ല. ഞാനിപ്പോൾ അത്ര ഒരു വീഡിയോ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത്. സംഗതി എന്താണെന്നറിയോ? കേന്ദ്രം ജനറൽ സെക്രട്ടറി ജിന്നു ബാധിക്കുകയില്ല, അതിനൊരു തെളിവുമില്ല, അതിനെതിരെ ഒരു പ്രാർത്ഥനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുമില്ല എന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു വീഡിയോ ആക്കിയിട്ട് ഒരാൾ 22 മിനിറ്റുള്ള ഒരു വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിൽ അയാളുടെ ഒരു വിശദീകരണം. എന്തിനാണ്? അയാൾക്ക് 10-25,000 10-45,000 വ്യൂവേഴ്സ് ഉണ്ടായി, റീച്ച് ഉണ്ടായി. ഞാൻ അത് കേട്ടുകൊണ്ട് വരിക. ഏത് ഗവൺമെന്റ് ജനറൽ സെക്രട്ടറിയാണെന്ന് പറഞ്ഞില്ല, എന്നാണെന്നും പറഞ്ഞില്ല. പറഞ്ഞ ആള് വലിയ തൊപ്പി കുപ്പായൊക്കെ തലയിൽ ഒരു കന്തൂറൊക്കെ ഇട്ടിട്ട് ഒരു തട്ടൊക്കെ ഇട്ടിട്ട് ഇരിക്കണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാവർക്കും മാതകമായ സംഗതിയുള്ള ഇത് നമ്മൾ നേരെ കാണാത്തതോ കേൾക്കാത്തതോ ഒരു സംഗതി തെളിവുകൾ ചോദിച്ച് ഉറപ്പിച്ച് വ്യക്തമായതിന് ശേഷമല്ലാതെ അത് പ്രചരിപ്പിക്കാൻ നിന്നാൽ ഇൻജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല, നിങ്ങളുടെ വിവരക്കേട് കൊണ്ട് അത് മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, പിന്നീട് അത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ സങ്കടത്തിലാവുകയും ചെയ്യും, പരലോകം നഷ്ടപ്പെടും എന്നർത്ഥം. ഞാനൊരു സംഗതി പറഞ്ഞുതരാം. ആ ആയത്ത് വരുന്നത് സൂറത്ത് ഹുജറാത്തിന്റെ 5-ാമത്തെ ആയത്ത് വരുന്നത് ഏതെങ്കിലും തമ്മാടികളെ കുറിച്ചുള്ളതല്ല. അതൊരു സ്വഹാബി വര്യൻ, അയാൾക്ക് സംഭവിച്ച നേരിയൊരു അബദ്ധം ആണ് ആ വിഷയത്തിന്റെ കാരണം. പുതുതായി ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. വലീദ് ബിൻ ഉഖബത്ത് ബിൻ മുഗീറ. അയാൾ നല്ല സ്വഹാബിയായി ജീവിക്കുന്നു. ആ സമയത്ത് ബദവി ഗോത്രങ്ങളിൽ ഒന്നിന്റെ നേതാവ് വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നു. ഇസ്ലാമിനെയൊക്കെ പറ്റി പഠിച്ചതിന് ശേഷം അയാൾ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയുന്നുണ്ട്, സക്കാത്ത് ശേഖരിക്കാനുള്ള കാലമാകുമ്പോൾ നീ അതവിടെ ശേഖരിച്ചു വെക്കണം, ഞാൻ ഇവിടെ നിന്ന് ആളെ പറഞ്ഞു വിടാം, അത് അയാളുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതി. അയാളത് ശരിയെന്ന് പറഞ്ഞു. അവിടെ പോയി കളക്ട് ചെയ്യുകയും ചെയ്തു, ഒക്കെ ശേഖരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനെ കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് വലീദ് ബിൻ മുഗീറത്ത് ഉഖബത്ത് ബിൻ മുഗീറയെ റളിയല്ലാഹു അൻഹുവിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കുന്നത്. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പക്ഷെ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി ഇത് പണ്ട് ഈ ഗോത്രക്കാരുമായി ഞാനൊരു അലമ്പുണ്ടാക്കിയിട്ടുണ്ട്, അന്ന് എൻ്റെ ആളുകളും അവരും തമ്മിലൊരു പോരാട്ടം നടന്നിട്ടുണ്ട്, അതിൽ അവരുടെ കുറെ ആളുകൾക്ക് നാശവും വന്നിട്ടുണ്ട്, അവരിപ്പോ എന്നെ കണ്ടാൽ എന്തെങ്കിലും ചെയ്യുമെന്നാവോ? സംഗതി പോലും മുസ്ലിമീങ്ങളായിരിക്കും, നമ്മൾ വഹിക്കുന്നത് ഒന്നും ചെയ്യൂലായിരിക്കും. കുറച്ചാണ്ട് പോയപ്പോൾ ചെയ്യും, കുറച്ചുകൂടെ പോയപ്പോൾ ചെയ്യും എന്നായി. ചുരുക്കത്തിൽ അയാളുടെ മനസ്സിൽ
അവിടെ എത്തിയാൽ ആ ഗോത്രക്കാർ തന്നെ പിടിച്ചു വെക്കും, ഉപദ്രവിക്കും, കൊല്ലും എന്ന് വരാൻ തോന്നിപ്പോയി. മൂപ്പർ എബൌട്ട് യാത്ര മദീനത്തേക്ക് എന്ന് തിരിച്ച് അതെത്തിയില്ല. പോരുമ്പോ അദ്ദേഹത്തിന് തോന്നി, പടച്ചോന്റെ റസൂലിനോട് ഞാൻ എന്താ പറയാ, ഒരാളെ ശൈത്താൻ കൊണ്ടൊന്നും നോക്കിക്കൊള്ളില്ല. സ്വഹാബിയൻ തെക്കവുള്ളവനെ ശൈത്താൻ കൊള്ളില്ല എന്നൊക്കെ നമ്മൾ പറയണ പറഞ്ഞേ. ഇഖ്ലാസ് ഉള്ളവനെ തെക്കവുള്ളവനെ ശൈത്താൻ കൊള്ളില്ല എന്നൊക്കെയാണ് നമ്മളെ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ തോന്നി, ഒരു കളവാണ് പറയാം, പേടിത്തൊണ്ടനാന്ന് അത്ര നബി വിചാരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അയാൾ എന്ത് വിചാരിച്ചു അറിയോ, നബിയെ ഞാൻ അവിടെ ചെന്നപ്പോ അവരൊക്കെ കൂടെ പഴയ വൈരാഗ്യം വെച്ചിട്ട് എന്നെ പിടിച്ച് കെട്ടാൻ വന്നു, ഞാൻ ജീവനം കൊണ്ട് കഴിച്ചിലായതാണെന്ന് പറയാം. അങ്ങനെ അയാൾ അതിന്റെ പ്ലാനാണ് തയ്യാറാക്കി. അത് പറയാമെന്നൊരു ധൈര്യം വന്നപ്പോൾ അയാൾ നേരെ മദീനയിലേക്ക് തിരിച്ചു പോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച കാര്യം അയാൾ ഈ കെട്ടുകഥ പറഞ്ഞു. ഒരു സ്വഹാബിയല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിശ്വസിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ സൂറത്ത് ഹുജറാത്തിന്റെ 5-ാമത്തെ ആയത്ത് അമാനിമോനിയുടെ പരിഭാഷയിൽ വായിച്ചാൽ മതി. ഇതിന്റെ വിശദാംശങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 300 അംഗങ്ങൾ അടക്കുന്ന ഒരു സൈന്യത്തെ എന്ന് വിളിച്ചു കൂട്ടി. അനുയായികളെ, ഇതാ എന്റെ ആളെ അപമാനിച്ചിരിക്കുന്നു ഇന്നവർ, പോയിട്ട് ആ ഗോത്രത്തെ തന്നെ ഒന്നിച്ച് പിടിച്ചുകൊണ്ട് കെട്ടി ഇവിടെ കൊണ്ടുപോയി. 300 ആളുകൾ യുദ്ധസജ്ജരായി വിട്ട്. ഈ സമയത്ത് ഈ ഗോത്രക്കാര് ബേജാറിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് പറഞ്ഞാൽ മാറ്റൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതൻ സമയത്തിന് വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബിക്ക് നമ്മളോട് എന്തോ ദേഷ്യം വന്നിട്ടുണ്ട്. അവരെ ഈമാനിന് കുറവില്ലട്ടാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് എന്തോ ഒരു ദേഷ്യം വന്നിട്ടുണ്ട്. റസൂല് കോപിക്കുക എന്ന് പറഞ്ഞാൽ നരകം കിട്ടുക എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ ചട്ടിയും പാത്രമൊക്കെ വലിച്ചിട്ട് ഈ സ്വത്തും മുതലേറ്റ് നമുക്ക് ആണ്ടുപോകാം, ഒടുക്ക് മദീനയിലേക്ക് പോവുക എന്ന് അവര് തീരുമാനിച്ചു. നല്ല മനുഷ്യന്മാർ. അങ്ങനെ അവര് ഒരു 10-45 ആളുകൾ ഒട്ടകങ്ങളും ഈ സക്കാത്തിന്റെ മുതലും, സ്വാഭാവികമായിട്ടും അറബികൾ യാത്ര ചെയ്യുന്നുണ്ടാകും, ഓരോ ആളും ഉണ്ടാവുമല്ലോ, അവരതേറ്റ് മദീനയിലേക്ക് വന്നു. ഈ 300 അംഗങ്ങളുടെ സൈന്യവും ഈ 10-45 മനുഷ്യന്മാരും കൂട്ടിമുട്ടി. മദീനയിൽ നിന്ന് വന്ന സൈന്യം വിചാരിച്ച് ഇവർ യുദ്ധസന്നദ്ധരായിട്ടാണ് വരുന്നത്. നിങ്ങളെച്ചോളി ഒരു ഊഹം, ഒരു ഒറ്റ ഊഹം ഉണ്ടാക്കി തീർക്കണ അത്യാപത്താണ് ഇവര്. ഇവര് വാളൂരി, പക്ഷെ മറ്റവര് വാളൂരിയില്ല. അൽഹംദുലില്ലാഹ്. ആര്? ഈ ഗോത്ര നേതാക്കന്മാർ വാളൂരിയില്ല. അവര് ഇപ്പൊ കരഞ്ഞു പറഞ്ഞ് ഞങ്ങൾ യുദ്ധത്തിൽ വന്നതല്ല, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കോപം വന്നിട്ടുണ്ട്, അത് തീർക്കാൻ പോലാണ്. റസൂൽ ഏൽപ്പിച്ച സ്വത്തും സമ്പത്തൊക്കെ ഞങ്ങളോട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഇതവിടെ കൊണ്ടുകൊടുക്കാൻ പോലാണ്, ഞങ്ങൾ യുദ്ധത്തിൽ വന്നതല്ല. പക്ഷെ സ്വഹാബികൾ വിശ്വസിച്ചില്ല. ഈ 45 എണ്ണത്തിനെ അവർ പിടിച്ച് കെട്ടി, മറ്റൊരു നിന്നോടുത്ത് പിടിച്ച് കെട്ടിയിട്ട് തടവ് പുള്ളികളെ പോലെ അവർ മദീനയിൽ കൊണ്ടുവന്നു. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചൂടായി, നിങ്ങൾ എന്ത് വിചാരിച്ചു എന്നെ? ഞാനായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുത്തിയിട്ട് കരാർ ലംഘിക്കുക എന്ന് മാത്രമല്ല, ഞാൻ വിട്ട എന്റെ പ്രതിനിധിയെ നിങ്ങൾ ആക്രമിക്കുകയും അയാളെ കൊല്ലാൻ തയ്യാറാവേ, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നബി അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല, ഇയാളോടൊക്കെ വന്നിട്ടില്ല, ഇങ്ങനെ ഒരാളങ്ങോട്ട് വന്നിട്ടില്ല, വരുന്ന വിവരം ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾ നിങ്ങളെ പ്രതിനിധി വരും വിചാരിച്ച് കാത്തു നിൽക്കാൻ ഇതൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാ ഈ വരവ്? അപ്പോ ഞങ്ങൾ നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ച സക്കാത്തിന്റെ സമ്പത്ത് സ്വത്തുതാ അതിവിടെ തരാൻ വന്നതാണ്. വലീദിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നബിയെ ഒരു ചതി പറ്റിയതാണ്, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതാണ്, പേടി കുടുങ്ങിയതാണ്. ഈ സ്വഹാബിയെ ഖുർആനിൽ ഫാസിഖുൻ എന്ന് പറഞ്ഞത് അതൊരു കള്ളുകുടിയനല്ല, ഒരു തെമ്മാടിയല്ല. ഒരു ഊഹം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ഉണ്ടാകുമായിരുന്ന ഒരു മുമ്പിച്ച ആപത്ത്. ഇയ്യാകും വദ്ദന്ന ബിഹസ്ബി ഇംറിഇൻ മിന സിദ്ദി അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, കേട്ടത് മുഴുവനും പ്രചരിപ്പിക്കുക, ഏറ്റുപാടുക എന്നത് മാത്രം മതി ഒരാളുടെ പരലോകം നഷ്ടപ്പെടാൻ. കേട്ടത് മുഴുവൻ ഏറ്റുപറയുക എന്നത് മാത്രം മതി. ആ ഏറ്റുപാടലല്ലേ ഇത്. ഏത് ഒരു മെസ്സേജ് എന്ത് വരുന്നു, വായിക്കുന്നു, ഉടൻ ഫോർവേഡ് ചെയ്യുന്നു. ഉടൻ ഉണ്ടോ ഇല്ലേ? നമ്മുടെ ചെറുപ്പക്കാരോ വലിയ വലിയ ആളുകളോ സ്ത്രീകളോ പുരുഷന്മാരോ വിവരമുള്ളവരോ വിവരമില്ലാത്തവരോ ഇതിൽ നിന്ന് ഒഴിവാണോ? സോഷ്യൽ മീഡിയ ഉപകാരത്തെക്കാൾ 10 മടങ്ങ് ആപത്തുണ്ടാക്കുന്നു എന്നത് മുസ്ലിമീങ്ങൾ ഈമാൻ കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. മുസ്ലിമീങ്ങൾ അവരുടെ ഈമാൻ കൊണ്ടാണ് ചിന്തിക്കേണ്ടത്, മനസ്സുകൊണ്ടല്ല. ഇതെനിക്ക് ആപത്തുണ്ടാക്കും, ഇതെന്റെ ഈമാൻ നഷ്ടപ്പെടുത്തും, അല്ലേ? നമുക്ക് ഫോളോവേഴ്സ് വേണം, നമുക്കതുകൊണ്ട് വരുമാനം ഉണ്ടാക്കണം. ആ വരുമാനം ഹലാലാണോ ഹറാമാണോ എന്ന് വരെ മുസ്ലിം ലോകത്ത് ചർച്ചയുണ്ട്. അതിന്റെ വിഷയമല്ല. ഇത് 10 പേരെ പ്രചരിപ്പിക്കുക, കൂട്ടുകാർക്കൊക്കെ കൈമാറുക, അവരൊക്കെ അലർട്ടാക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷെ എന്താണ് സംഭവം ഇതുവരെ ആലോചിച്ചില്ല. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കണില്ല. 4 ദിവസം കഴിഞ്ഞിട്ട് ഇത് ആദ്യം ഫോർവേഡ് ചെയ്ത ആളല്ലെങ്കിൽ കേട്ട ആരെങ്കിലും ഒരാള് ആ ന്യൂസ് ഫേക്കാണ് എന്ന് പറയും. പറഞ്ഞില്ലേ, ഇത് ഫേക്കാണ് എന്നത് ആരും ഫോർവേഡ് ചെയ്യില്ല. അപ്പൊ പറ്റിയ അബദ്ധം ആരും അറിയേണ്ടെന്ന് വെച്ചിട്ടും ഉണ്ടാകുന്ന കലാണ്. പണ്ട് നമ്മൾ അടുക്കള പോലായ്മയോ കൊളക്കരിയിലോ വെച്ച് നടന്നിരുന്ന 1 or 10 ആളുകൾക്കിടയിൽ നടന്നിരുന്ന സംഭവം 10,000-ങ്ങളെയും ലക്ഷങ്ങളെയും ഒരേ സമയത്ത് മിനിറ്റുകൾക്കുള്ളിൽ അറിയിക്കുന്ന അത്യാപത്താണ് സോഷ്യൽ മീഡിയ വരുത്തുന്നത് എന്നത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ ആയത്ത് ഒന്നുകൂടി വായിച്ചു നോക്കാണി. അവർക്ക് മലായികത്തിന്റെ സത്യതയെ കുറിച്ച് ഒരറിവുമില്ല. അവർ കേട്ടീമ പിന്നതും പറയാണ്, അല്ലേ? അതിന്റെ പിന്നാലെയാണ് അവർ പോകുന്നത്. ഊഹം കൃത്യമായും അതിന് വസ്തുതയുമായി ബന്ധമുണ്ടാവില്ല. ഊഹങ്ങളിൽ ഭൂരിഭാഗവും നിങ്ങൾ ഒഴിവാക്കുക. അതിലേത് തെറ്റ് ഏത് ശരിയെന്ന് നിങ്ങൾക്കറിയണമെന്ന് അറിയില്ല. ചിലതെങ്കിലും പാപമായി കൂടെ എന്ന സൂക്ഷ്മതൊക്കെ ചോദിച്ചത്. അല്ലാത്ത അത്രയും വാത്സല്യവാനായ ഒരു റബ്ബിന്റെ നിലപാട് നോക്കാൻ നിങ്ങൾ ഊഹങ്ങളിൽ നിന്ന് മിക്കതിനെയും കാരണം ഇന്ന ബഅളം ഇസ്മ, അതിൽ ചിലതെങ്കിലും പാപമാവാം. അപ്പോൾ അതിൽ പാപമേത്, പുണ്യമേത്, സത്യമേത്, ഫേക്ക് ഏത് എന്ന് മനസ്സിലാവാത്ത കാലത്തോളം അത് ഫോർവേഡ് ചെയ്യാനും പോകരുത്, അത് വിശ്വസിക്കാനും പോകരുത്. ഈ ഫോർവേഡ് ചെയ്യുന്ന അതേ ചൂണ്ടുവരലുകൊണ്ട് തന്നെ അപ്പുറത്തെ ബട്ടൺ അമർത്തിയാൽ അത് ഡിലറ്റായി ആവൂലേ? അതെന്താ മനുഷ്യന്മാര് ചെയ്യാത്തത്? അതേ വിരലാണ് ഇതിന് നേരപ്പുറത്തെ ബട്ടണാണ് ഡിലറ്റ്. അതാണ് കൊടുത്ത പോരെ, കഴിഞ്ഞ്. ഇത് പോയാല് 1-ന് 10 ഖുർആൻ പറയാ ഒരു തെറ്റിന്റെ ശിക്ഷയുള്ളൂന്നാ, അല്ലേ? പക്ഷെ ഒരു ബട്ടൺ കൊണ്ടുണ്ടാകുന്നത്, ഒരൊറ്റ ക്ലിക്ക് കൊണ്ടുണ്ടാകുന്നത് 10,000 or 10,000 തെറ്റാണിപ്പോ, അല്ലേ? ഞാനൊക്കെ ഉൾപ്പെടുന്ന ചില ഗ്രൂപ്പുകളിൽ 650-700-ന് അപ്പുറമാണ് ആളുകൾ. ഒറ്റ ക്ലിക്കിന് എത്രയായി പാപം അറിയിക്കുന്നുണ്ട്. ഒരൊറ്റ ഞെക്കിന്
700 ആളുകളുടെ ഗ്രൂപ്പിൽ ഞെക്കിയാൽ 700 പാപം ഒന്നിച്ചു വന്ന്. പണ്ടത്തെ കണക്കല്ല ഇപ്പൊ കൂട്ടുക അല്ലേ? ഇത് വായുകൊണ്ട് കർണാകർണകിയാന്ന് നമ്മളതിന് പറയാം. മുഖത്ത് നോക്കി സംസാരിക്കുന്ന രീതിയല്ല സോഷ്യൽ മീഡിയയുടേത്. അതുകൊണ്ട് സൂറത്ത് നൂറിൽ അല്ലാഹു പറയും, സൂറത്ത് നൂറിൽ അല്ലാഹു പറയും, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വന്നാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങളുടെ മുമ്പിൽ വന്നാൽ, ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട അപവാദ പ്രചരണത്തിന്റെ കഥ പറയുമ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ അവരോട് പറയണം സുബ്ഹാനക, അല്ലാഹുവാണ് പരിശുദ്ധൻ, മാ കാന ലനാ നതകല്ലമ യഖൂലു ലനാ നതകല്ലമ ബിഹാദാ, ഇത് പറയാൻ ഞങ്ങൾക്ക് അനുവാദമല്ലല്ലോ. സുബ്ഹാനല്ലാഹ്, പറയാൻ ബോധ്യമില്ലായിട്ടല്ല, ഇത് ശരിയാവാം തെറ്റാവാം, പക്ഷേ മാ യഖൂലു ലനാ നതകല്ലമ ബിഹാദാ, ഇത് പറയാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, അപ്പൊ ഇത് പറയുന്നതിനേക്കാൾ നല്ലത് ഇത് വലിയ പാപമാണ്, കളവാണ്, പച്ച നുണയെന്ന് പറയലാണ് നല്ലത് എന്ന് മുഅ്മിനീങ്ങൾക്കെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അതേ ഞാൻ പറഞ്ഞത്, ഫോർവേഡ് ബട്ടന്റെ അപ്പുറത്ത് ഡിലീറ്റ് ബട്ടൺ ഉണ്ടല്ലോ, അതും ഒന്ന് ഞെക്കിക്കൂടായിരുന്നോ എന്നാണ് പുതിയ കാലത്തെ അർത്ഥം. വലൗലായി സമയത്തുമോ കുൽത്തും മാ യഖൂലു ലനാ നതകല്ലമ ബിഹാദാ, ഇത് നമുക്ക് പറയാൻ അനുവാദമില്ലായിട്ടാണ്. ശരിയാണെങ്കിലും പറയാൻ പറ്റില്ല, തെറ്റാണെങ്കിലും പറയാൻ പറയരുത് എന്നല്ല പറഞ്ഞിട്ടുണ്ട്. പ്രോത്സാഹിപ്പിക്കുന്നു, പ്രചരിപ്പിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ പോകേണ്ട ആവശ്യമില്ല. ഉണ്ടോ? പാടുണ്ടോ? ഇല്ല. അവിടെ എൻ്റെ പ്രിയപ്പെട്ടവർ, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ, വാട്സാപ്പ് കൈകാര്യം ചെയ്യുന്നവർ, ഒന്നുകൂടെ ഒന്ന് സൂക്ഷ്മത പുലർത്തണം അല്ലേ? ആധുനിക കാലത്തെ ഏറ്റവും വലിയ നശീകരണായുധം മീഡിയയാണ്. മീഡിയ കൊണ്ടൊരാളെ തകർക്കാനും വളർത്താനും കഴിയും, തളർത്താനും വളർത്താനും കഴിയും. രണ്ടിനും നമ്മൾ പോകേണ്ടതില്ല. നമ്മൾ മീഡിയയല്ല, എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, നമ്മളുടെ മുമ്പിലുള്ള ആദ്യത്തെ പരിഗണന നമ്മളുടെ പരലോകമാണ്. അത് പോകുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ച ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടാൻ പാടില്ല. അല്ലാഹു എന്നിട്ട് പറയണം, അത്തരക്കാരെ ഒഴിവാക്കിയേക്ക്, അവോയ്ഡ് ചെയ്തേക്ക്, അവഗണിച്ചേക്ക്. അവരിത്തരം സ്വഭാവക്കാരാവാൻ കാരണം അമ്മൻ തവല്ല, അവർ തിരിഞ്ഞു നടന്നവരാണ്. എന്തിൽ നിന്ന്? അന്തിക്കിരിന, എന്റെ ഓർമ്മയിൽ നിന്ന് തിരിഞ്ഞു നടന്നവരാണ്. അല്ല, എന്നെക്കുറിച്ചുള്ള ഓർമ്മയില്ലാത്തവരാണ് ഇത് പ്രചരിപ്പിക്കുന്നവർ. അപ്പൊ നമ്മൾ ആരാന്ന് ഈ പറഞ്ഞിട്ടുണ്ട്? അവരാരാന്നല്ലേ ചോദിച്ചിട്ടോ? നമ്മൾ ആരാന്നാണ് ഈ പറഞ്ഞു വരുന്നത്? ഈ കണ്ടതും കേട്ടതും മുഴുവനും പ്രചരിപ്പിക്കുന്നവർക്ക് എന്താണ് അവരുടെ കുഴപ്പം? അമ്മൻ തവല്ല അൻ ദിക്രിന, അവർക്ക് നമ്മെക്കുറിച്ചുള്ള ദിക്റില്ല, ഓർമ്മയില്ല. ഞാനിത് കാണുന്നു, കേൾക്കുന്നു, ഇതിൻ്റെയൊക്കെ കണക്ക് പറയേണ്ടി വരും, ഇതിനൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന ഓർമ്മയില്ലാത്ത ആൾക്കാരെ പരിപാടിയാണ്, സ്വഭാവമാണ് ഇത്. വിട്ടേക്ക് അവരെ, വിട്ടേക്ക് അവരായി, അവരുടെ പാടായി. ഇത് നമ്മളുടെ വീടിന്റെ പടി കിടക്കാൻ പാടില്ല എന്ന് പണ്ട് ഈ വർത്താനം പറഞ്ഞുകൊണ്ട് എന്റെ മാതിരികൾ എന്റെ പടിയിൽ കിടക്കരുത് എന്ന് പണ്ട് പറഞ്ഞത്. ഇപ്പൊ അത് പടിയല്ല കിടക്കണത്, പോക്കറ്റിൽ വരുന്നത് അല്ലേ? പാടില്ല എന്ന് പറയാൻ ഒറ്റ വഴിയുള്ളൂ, ബ്ലോക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിവരങ്ങളും കിട്ടുകയില്ല. അപ്പൊ അവിടെ പിന്നെ വരുന്നത് എന്താ? ഇതിനെന്റെ ഈമാനിന്റെ പടി കടത്താൻ ഞാൻ സമ്മതിക്കൂല എന്നാണ്. ഇതിന് ഈമാനിന്റെ ഉമ്മറപ്പടി വരെ മാത്രമേ ഇതിന് പ്രവേശനമുള്ളൂ. ആ ഉമ്മറപ്പടി കൊണ്ട് കയറാൻ ഞാൻ സമ്മതിക്കൂല. പറഞ്ഞയക്ക് പോയിക്കോട്ടെ എന്ന് വെക്കുക. ഇതിന്റെ ഹൈറും വേണ്ട, എനിക്ക് ഷെറും വേണ്ട. തീരുമാനിച്ചൂടെ? തീരുമാനിക്കാം. വലം യുരിദ് ഇല്ലൽ ഹയാത്ത ദുനിയാ. കൃത്യമായില്ല ഞാൻ പറഞ്ഞത്. ഇവർക്ക് എന്നെ കുറിച്ചുള്ള ഓർമ്മയല്ല ഉള്ളത്. അവർ ഇത്യാദി ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ അവരുടെ ലക്ഷ്യം ദുനിയാവാകുന്നു.
സോഷ്യൽ മീഡിയ കാലത്തേക്കും ആപ്റ്റാണ് ഖുർആൻ മനസ്സിലായില്ലേ അല്ലേ? ഒരു ഒരാൾ ഫോളോ ചെയ്യണമെങ്കിൽ ₹1 അന്നില്ലേ? 10,000 1,00,000 ഫോളോവേഴ്സ് 2-3 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളുകൾ കോടികളുടെ വാഹനങ്ങളിൽ ഇന്നലെ ഇല്ലാതിരുന്നത് ഇന്ന് വിലസുന്നത് എന്തുകൊണ്ടാണ്? എന്ത് വിറ്റതിന്റെ കാശാണ്? വലം യുരിദ് ഇല്ലൽ ഹയാത്തദ് ദുനിയ. ഇനി വേറൊന്ന് നോക്കാം. സത്യം ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുമോ? സത്യം ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ തന്നെ അതിന്റെ പിന്നാലെ കൂടാൻ ഇങ്ങനെ മില്യൺ ഫോളോവേഴ്സ് ഉണ്ടോ, വ്യൂവേഴ്സ് ഉണ്ടോ, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ? ഇല്ല. അസത്യം, വൈകൃതങ്ങൾ, വൃത്തികേട്, തമ്മാടിത്തരം പ്രചരിപ്പിച്ചാൽ വ്യൂവേഴ്സും ഫോളോവേഴ്സും കൂടുന്നു. എന്തുദ്ദേശിപ്പിച്ചിട്ടാണ്? വലം യുരിദ് ഇല്ലൽ ഹയാത്തദ് ദുനിയ. മുഅ്മിനീങ്ങളെ, ഇത് പ്രചരിപ്പിക്കുന്നതിലൂടെ പൈസ കിട്ടുന്നത് നമ്മക്കല്ല. ആണോ? അല്ല. ഇതിന്റെ പേറ്റന്റ് ഉള്ള ഒരാൾ വേറെ ഉണ്ടാകും. യൂട്യൂബർ അല്ലെങ്കിൽ വ്ളോഗർ വേറെ ഉണ്ടാകും. അയാൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുകയും നമ്മൾ നരകം വാങ്ങുകയും ചെയ്യുക. അവർ പരലോകം വിറ്റ് ദുനിയാവ് വാങ്ങാൻ നടക്കുന്നവരാണ്. നമ്മളെ കാര്യമാണ്. അവർ പാപമോചനത്തിനുള്ള സാധ്യത ഒഴിവാക്കി ശിക്ഷ ചോദിച്ചു വാങ്ങുന്നവരാണ്. ഖുർആൻ പറഞ്ഞതാണ്. അവർ ഹിദായത്ത് ഒഴിവാക്കി ളലാലത്ത് വാങ്ങിയവരാണ്. നരകത്തെ അവർക്ക് താങ്ങാൻ കഴിയില്ല. അവർക്ക് ശിക്ഷ ലളിതമാക്കപ്പെടുകയില്ല, അവർ സഹായിക്കപ്പെടുകയുമില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിച്ചു വെച്ച് കൊണ്ടുകൂട്ടി വെച്ചതാണ്. ഓരോരുത്തർക്കും അവനവൻ എന്താണോ സമ്പാദിച്ചത് അനുകൂലമായി സമ്പാദിച്ചതിന്റെ പ്രതിഫലവും പ്രതികൂലമായി സമ്പാദിച്ചതിന്റെ ശിക്ഷയും. അങ്ങനല്ലേ ആമന റസൂല് അല്ലേ? അവനവൻ താങ്ങേണ്ടി വരും. അപ്പോ താങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴാണ് താങ്ങാൻ കഴിയില്ല. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യാ മാലിക്കേ, താങ്കളൊന്ന് വിളിക്ക് റബ്ബിനെ. ഒരു ദിവസമെങ്കിലും ഒരു കുറവ്. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. നമ്മളിങ്ങനെ ആയത്തുകൾ തന്നെ പറയുന്നത് വിഷയത്തിന്റെ പൂർണ്ണതയിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു ക്ലിയർ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടായില്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നും വരാൻ പോണില്ല. അയപ്പൊന്ന് ഞെക്കിയാലേ ഇത് നമ്മൾ പ്രചരിപ്പിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ ഇവിടെ കുറേയേറെ ആൾക്കാരുണ്ട്. ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഡിലീറ്റ് ചെയ്തേക്ക്, ക്ലിയർ ചാറ്റ് ചെയ്തേക്ക്. എനിക്കെപ്പോഴും വലുതെന്തായിരിക്കും? എൻ്റെ പരലോകമായിരിക്കും എന്ന് എനിക്ക് തോന്നിത്തുടങ്ങിയാൽ ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് പരലോകം വലുതാണ് എന്ന് എനിക്ക് തോന്നുക. എൻ്റെ പരലോകമാണ് എനിക്ക് വലുത്, മറ്റാരുടെയും പരലോകത്തെക്കാൾ. എല്ലാവരും കൂടെ പോയാലും
ഞാൻ കഴിച്ചിലായ മദീന ആലോചിക്കും അവിടെ. അപ്പൊ ഇവിടെ ആലോചിക്കേണ്ട എന്താ? എല്ലാവരും സ്വർഗത്തിലെത്താനുള്ളവരാവണം എന്നാണ് ഇവിടെ ആലോചിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരും കൂടെ സഹായവും പ്രാർത്ഥനയും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അല്ലാത്തപ്പോഴും ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ അറിവിന്റെ അങ്ങേ അറ്റവും അബുലഗ് ലക്ഷ്യവും ആകത്തുകയും. കമിൽ മബുലഗ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മൊത്തത്രയില്ലേ അല്ലേ? ജക്കരിയ കടയില് കമിൽ മബുലഗ് എന്ന് വെച്ചാൽ ആകെ മൊത്തം ടോട്ടൽ എത്രയായി? ഗ്രാൻഡ് ടോട്ടൽ എത്രയായി? ചിലരുടെ അറിവിന്റെ അങ്ങേ അറ്റം എന്താണ്? ദുനിയാവ് നേടുക എന്നതാണ്. അതുകൊണ്ട് അവരെ പിന്നാലെ മുസ്ലിമീങ്ങൾ വേണ്ട. കാരണം മുസ്ലിമീങ്ങളുടെ ജീവിതം ദുനിയാവിന് അപ്പുറത്താണ് തുടങ്ങുന്നത് എന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലേ? ദുനിയാവിനപ്പുറത്താണ് നമ്മളുടെ ജീവിതം. ദുനിയാവിൽ എല്ലാവരും കൂടിയുള്ള ജീവിതമാണ്. എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്ന ആ നിമിഷം മുതലാണ് നമ്മളുടേത് മാത്രമായ ജീവിതം തുടങ്ങുന്നത് എന്ന് വിശ്വസിക്കുന്നവർ ജീവിക്കാൻ വേണ്ടി മരിക്കാനും തയ്യാറുള്ളവരാണ് മറ്റുള്ളവർ. മുസ്ലിമീങ്ങളോ മരിക്കാൻ വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്, അല്ലേ? മരിക്കാൻ വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുന്നവർ ജീവിക്കാൻ വേണ്ടി മരിക്കാനും തയ്യാറുള്ളവരെ പോലെ ആയിക്കൂടാ. ജീവിക്കാൻ വേണ്ടി തിന്നവരും തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരും എന്ന് കേട്ടില്ലേ? നമ്മൾ പറയലുണ്ടല്ലോ, ഓൻ തിന്നാനായിട്ട് ജീവിക്കാൻ ഉള്ളത്. ചില ആൾക്കാർ വളരെ കുറച്ചുള്ളൂ, അത്യാവശ്യത്തിനുള്ള ആവശ്യത്തിന് എന്താ ചെയ്യാ? മൂപ്പർ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, മൂപ്പർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തിന്നണം, തിന്നാൻ വേണ്ടി ജീവിക്കണമല്ല. ഇതുപോലെ മുസ്ലിമീങ്ങളുടെ നിലപാടെന്താ? മരിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. മരിക്കാൻ വേണ്ടി ജീവിക്കാന്ന് പറഞ്ഞാൽ നന്നായി മരിക്കാൻ വേണ്ടി, അല്ലേ? നന്നായി മരിക്കാൻ. എങ്ങനെയും പട്ടിയാകണ പോലെ ചാവാൻ പറ്റില്ല, പറ്റൂലല്ലോ. നമുക്ക് നമ്മളുടേതായ ജീവിതം പഠിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടേതായ ഒരു മരണവും പഠിപ്പിച്ചിട്ടുണ്ട്, ഉണ്ടല്ലോ. ആ മരണത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അവരെന്താവൂല? ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. ആ രണ്ട് വിഭാഗവും ഒരുപോലെയാവില്ല. വിശ്വാസത്തിലല്ല, ആരാധനയിലല്ല, സ്വാഭാവികമായും ജീവിതത്തിലും സ്വഭാവശീലങ്ങളിലും പെരുമാറ്റ മര്യാദകളിലും ആവാൻ പാടില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ വല്ല അൻ സബീലി. തീർച്ചയായും നബിയെ, ഇന്ന റബ്ബക, അങ്ങയുടെ റബ്ബയ്ക്ക് തീർച്ചയായും അഅലം, ഏറ്റവും നന്നായി അറിയാം. ബിമൻ ഹുവ, ആരാണ് വല്ല പിഴച്ചത് എന്നത്. എവിടുന്ന് പിഴച്ചത്? എവിടുന്ന് പിഴച്ചത്? കല്യാണം കഴിച്ചിട്ട് ഭർത്താവല്ലാതെ മറ്റൊരാളെ നോക്കിയതാണോ പിഴവ്? അല്ല. ഭാര്യയല്ലാതെ മറ്റൊരാളെ നോക്കിയതാണോ പിഴവ്? അല്ല. അൻ സബീലിഹി, റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചതാ പിഴവ്. ആ മാർഗത്തിന്റെ മൈന്യൂട്ടായ ഒരു ഭാഗമാണ് ഞാനിപ്പോ ഈ പറഞ്ഞ കുടുംബജീവിതത്തിലെ വീഴ്ച, അല്ലേ? റബ്ബിനൊരു മാർഗമുണ്ട്, റബ്ബ് പഠിപ്പിച്ചു തന്നൊരു മാർഗം. അതേതാ മാർഗം? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഒരു സിറാത്തുൽ മുസ്തഖീം റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്ന് പിഴച്ചോന്റെ സ്വഭാവമാണ് ഏത്? ദുനിയാവിന് വേണ്ടി ജീവിക്കുക എന്നത്. ഓൻ എവിടുക്കാ? ഓന് പരലോകവുമായി ചിന്തയില്ല. റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് അണുവിടപ്പെട്ട് പിഴക്കൂല എന്ന് തീരുമാനിച്ചുറപ്പിച്ചവൻ എങ്ങനെ ആയിക്കൂടാ? അതിന് നല്ല കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്ന ആൾക്കാരെ കൂടെ ആയിക്കൂടാ. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു, അവൻ അറിയാം, നന്നായിട്ടറിയാം. പിഴച്ചോരെ മാത്രല്ല, ബിമൻ ഇഹ്തദാ, ഹിദായത്ത് ലഭിച്ചവർ, ഹിദായത്തിന് അർഹതയുള്ളവർ ആരാണെന്നും റബ്ബിനറിയാം. ഇനി ഒന്ന് പ്രാർത്ഥിച്ചോ കാണി.
അല്ലാഹുമ്മ ഹ്ദിന സിറാത്തൽ മുസ്തഖീം. ആമീൻ പറഞ്ഞു അല്ലേ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ആമീൻ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. പറയില്ലേ? ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലി വഹുവ അഅലമു ബിമൻ ഇഹ്തദാ. എന്നിട്ട് പറഞ്ഞതറിയോ? വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അതിനർത്ഥം ഞാൻ പറയേണ്ടതില്ല. ആകാശഭൂമികളിലുള്ളതെല്ലാം റബ്ബിനുള്ളതാണ്. പക്ഷെ ഇനിയല്ല, ശ്രദ്ധിച്ചോളി. ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു. അള്ളാഹു ഭൂമിയും ആകാശഭൂമികൾ സംവിധാനിച്ച് വെച്ചിട്ടുള്ളത് ലിയജ്സിയല്ലദീന, പ്രതിഫലം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ആർക്ക്? അല്ലദീന അസാഉ, തിന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക്, ബിമാ അമിലു, അവർ ചെയ്ത തിന്മയുടെ ശിക്ഷ കൊടുക്കുവാൻ വേണ്ടിയാണ്. ഇപ്പോഴത്തെ ദൈവം, പണ്ടത്തെ ദൈവം 12 കഴിഞ്ഞ് ഇപ്പോഴത്തെ ദൈവം അപ്പോഴക്കപ്പോഴേ നമ്മൾ പറയാറില്ലേ, കൊടുത്താൽ കൊല്ലത്തെ കിട്ടുമെന്ന് പറയാറുണ്ട്. അപ്പൊ ഇത് ഇവിടെ തന്നെ ഇതിന് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. ഇന്ന് കിതാബിൽ ചിലയിടത്ത് കാണാം. ഇത് ഇവിടെ തന്നെ കിട്ടാനുള്ള സാധ്യത. നേരെ ഇവിടുന്ന് പോകില്ല എന്ന് പറയില്ല നമ്മള്. ഇതൊക്കെ അനുഭവിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. അതൊരു കേവല വർത്താനല്ല, അതൊരു വിശ്വാസ പ്രഖ്യാപനാണ് അല്ലേ? പണ്ട് മാതാപിതാക്കളെ ഉപദ്രവിച്ചവർ ഇപ്പൊ സ്വന്തം മക്കളുടെ ഉപദ്രവം കൊണ്ട് വലഞ്ഞ് ജീവിക്കും. നമുക്കറിയാം. അറിയില്ല? എനിക്കറിയാം. കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങിക്കണം കുറേയേറെ ആൾക്കാർ എനിക്കറിയാം. ഒരു നിവൃത്തിയുമില്ലാതെ, നിക്കക്കള്ളിയില്ലാതെ മർദ്ദന പീഡനങ്ങളിലേക്ക് ഇറങ്ങിപ്പോയ ചവിട്ടി പുറത്താക്കിയ ഒരു ഭാര്യ അവസാനം വർഷങ്ങളോളം ആ ഭാര്യയുടെ കാൽ കീഴിൽ അയാൾ അഭയം പ്രാപിക്കേണ്ടി വന്നത് എനിക്കറിയാം. അന്ന് ആ കുട്ടിക്ക് സൗന്ദര്യം കുറവായിരുന്നു, അതിൻ്റെ പേരിൽ ചവിട്ടി പുറത്താക്കി. പക്ഷേ നമ്മളെന്താ പറയല്, ആള് മാറാനൊരു മറി, കുരിപ്പ് പൊങ്ങാനൊരു പനീന്നാ പറയല്. ഒരു പനിയുടെ രൂപത്തിലാ വന്ന്, പിന്നെ നീക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ ഭാര്യയെ ചവിട്ടിപ്പുറത്താക്കാൻ ആവശ്യപ്പെട്ടവരൊന്നും അധികകാലം കൂടെ ഉണ്ടായില്ല. അവസാനം ആ പാവം പെങ്ങൾ തന്നെ വരേണ്ടി വന്നു. എന്തിന്? ഇയാളെ കിടന്നോടത്തുനിന്ന് മൂത്രമൊഴിച്ചിട്ട് മലവിസർജനം നടത്തിയിട്ട് അത് എടുത്ത് കഴുകി വൃത്തിയാക്കി കൊടുക്കാൻ വർഷങ്ങളോളം, മരിക്കുന്നത് വരെ. പണ്ട് ഭക്ഷണം ചോദിച്ചു ചെന്നപ്പോൾ ആട്ടിപ്പുറത്താക്കി ആളുകൾ പിന്നീട് കോടീശ്വരന്മാരായി മാറിയവർ നമ്മുടെ മുമ്പിലില്ലേ? പണ്ട് പുറത്താക്കിയ ആളുകളുടെ പാരമ്പര്യവും പരമ്പരവും പിന്നെ ദരിദ്രരായാലും നമ്മുടെ കൂട്ടത്തിലില്ലേ? എനിക്കറിയാം. ഒരു നല്ല കുപ്പായിട്ട് വന്നപ്പോ ഇത് ഇടാനുള്ള അയൽ എൻ്റെ പെരിയിലുണ്ടടാന്ന് ചോദിച്ച ഒരാൾ എനിക്കറിയാം. പണ്ടൊരു ടെറിക്കോട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു കുപ്പായുണ്ട്, ഉറകാരില്ലേ? ടെറിക്കോട്ടൻ കുപ്പായം അമ്മാവൻ ആരോ ഒരാൾ ദുബൈയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത്, സൗദിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത്, കൗതുകത്തോടെ ഇട്ട് നടന്ന ആളോട് നാട്ടിലൊരു പ്രമാണി ചോദിച്ചത് ഇത് തോരടാൻ പറ്റിയ അയൽ എൻ്റെ കൂടെ ഉണ്ടോന്നാണ്. പക്ഷെ ഒരു 10-25 വർഷത്തിന് മുമ്പിന് ശേഷം ഈ മനുഷ്യന്റെ ഇരിക്കുന്ന വീടല്ലാത്തത് മുഴുവൻ ആ ചെറുപ്പക്കാരന്റെ കയ്യിലായി. അന്ന് അയാൾ മറുപടി പറഞ്ഞ്, ഞാൻ അങ്ങനെ ഒരു അയല് കെട്ടിയിട്ടിട്ട് ഭക്ഷണം തന്നത് അങ്ങക്കുമല്ല ഇപ്പൊ കൊണ്ടുപോയിടാണ്ടോ. ഇയാളത് മറന്നിരുന്നു. ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ വിനയം കൈവിടരുത്. പ്രിയപ്പെട്ടവർ പടച്ചവരെ കൈവിടരുത്. മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക്ക് അല്ലേ? തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. 2 നാളു ദിനം കൊണ്ടൊരുത്തന് തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. പറഞ്ഞെന്താ? പണ്ടത്തെ മഞ്ചല്
പട്ടിണിക്കാരൻ പെട്ടെന്ന് മുതലാളിയാവുന്നു. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മറാപ്പു കെട്ടുന്നതും ഭവാൻ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടിയിലെന്നു നടിക്കുന്നതും ഭവാൻ. ലിയജ്സി അല്ലദീന അസാഉ ബിമാ അമിലു വയജ്സി അല്ലദീന അഹ്സനു ബിൽ ഹുസ്ന. നന്മ ചെയ്യുന്നവർക്ക് നന്മ തന്നെ തിരിച്ചു നൽകാൻ കൂടിയുള്ളതുമാണ് ദുനിയാവ്. നേർക്ക് നേരെയാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നവരും അല്ല, തിന്മ ചെയ്യുന്നവർക്ക് പരലോകത്ത് അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനാണ് ദുനിയാവിന്റെ സംവിധാനം. ദുനിയാവിൽ നന്മ ചെയ്താൽ പരലോകത്ത് അതിന്റെ പ്രതിഫലവും അനുഭവിക്കാം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനമുണ്ട്. അപ്പൊ ഈ രണ്ടാമത്തെ തരത്തിലുള്ള വ്യാഖ്യാനമാണ് നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുക. പക്ഷെ ആദ്യത്തെ വ്യാഖ്യാനത്തിന് വളരെയധികം ബേജാറോടുകൂടി അത് മനസ്സിലേറ്റേണ്ടുന്ന ഒരു സംഗതിയാണ്. നമ്മൾ സൽക്കർമ്മികളായി ആ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അനുഭവിച്ച് നമ്മളല്ലാതെ മറ്റാരും നമുക്കില്ലാത്ത ലോകത്ത് എല്ലാമായി അള്ളാഹുവിന്റെ കൃപാ കടാക്ഷങ്ങൾ ഉണ്ടാകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ പ്രിയപ്പെട്ട ഇണകളെയും മക്കളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുഹമ്മദ്.